2 മണിക്കൂറുകൾക്ക് മുമ്പിൽ തുടങ്ങിയ ശ്രീരേഖയുടെ കരച്ചില് ഇനിയും അവസാനിച്ചിട്ടില്ല. എന്തിനാണ് ലൈവിൽ കിടന്നിട്ട് ശ്രീരേഖ ഇങ്ങനെ കരയുന്നതെന്ന് സംശയം ഒരുപാട് പേർക്കുണ്ടായിരിക്കും. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ പവർ ടീം അംഗങ്ങൾക്ക് എല്ലാത്തിനും അധികാരമുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് ഒരു സാധനം എടുക്കെങ്കിൽ പോലും അവരുടെ അനുവാദം വേണം. അവരാണ് കിച്ചൺ സാധനങ്ങളെല്ലാം ഒരു കബോർഡിനുള്ളിൽ പൂട്ടി വെച്ചേക്കുന്നത്. അപ്പൊ ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ താക്കോല് പൂട്ടിക്കൊണ്ടുപോയ യമുന റാണി ആ ഒരു താക്കോൽ എവിടെയോ കളഞ്ഞു പോകുന്നതാണ്. ഇനിയിപ്പോ അത് ബിഗ് ബോസ് അടിച്ചു മാറ്റിയതാണോ, ഇനി അല്ലെങ്കിൽ പവർ ടീമിനെ ഇതുപോലെ ക്രൂശിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലുള്ള ആൾക്കാർ അടിച്ചു മാറ്റിയതാണോ, എന്താണ് സംഭവം എന്ന് ആർക്കും പറഞ്ഞൂടാ. എല്ലാവരും തെരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു കീ എന്ന് പറയുന്നത്. പക്ഷെ ബിഗ് ബോസിനോട് വേറൊരു കീ ചോദിക്കുന്നുണ്ട്, പക്ഷെ ബിഗ് ബോസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ലെന്ന് പറഞ്ഞ് ഗബ്രിയും ജാസ്മിനും ഒരു കട്ടിലില്, പവർ റൂമിൽ തന്നെ ഒരു കട്ടിലില് ഒരു ഷീറ്റില് അടി കിടന്ന് അവർ രണ്ടുപേരുടെ സൊള്ളുവാണ്. ഇവർ രണ്ടുപേരെ പവർ ടീമിലേക്ക് എടുത്തത് തന്നെ വലിയ കുറ്റമാണ്. പവർ ടീമിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നുള്ള കാര്യവും ഈ ഒരു കാര്യത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെ യമുന റാണിയാണെന്നുണ്ടെങ്കിൽ ഈ കീ നോക്കി അവസാനം പവർ പോകുമോ എന്നുള്ളൊരു പേടിയിൽ പുള്ളിക്കാരി കഴിയാൻ വരെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഹൗസ് മെമ്പേഴ്സ്, അതായത് പ്രത്യേകിച്ച് കിച്ചൺ ടീമായ സിജോ, അവർക്കാണെങ്കിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവര് പ്രശ്നമാക്കാണ്, ഞങ്ങൾ ഇനി ഫുഡ് ഉണ്ടാകത്തില്ല, എന്തോ ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തത്, ഞങ്ങൾ ഇവിടെ സമരം ചെയ്യാൻ തുടങ്ങുവാണ്, ഇപ്പോഴത്തെ പവർ ടീം പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ജാസ്മിൻ അതിന്റെ ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ട്, 1 മണിക്കൂറിനുള്ളിൽ കീ ഞങ്ങൾ തന്നിരിക്കും എന്ന് പറയാണ്. അപ്പം സിജോ പറയുന്നുണ്ട്, 1 മണിക്കൂറിനുള്ളിൽ കീ തന്നില്ലെങ്കിൽ നിങ്ങൾ പവർ ടീമിന്റെ അധികാരം ഒഴിയണമെന്ന് പറയുന്നു. പക്ഷെ ജാസ്മിൻ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വീണ്ടും ഇവിടെ കീ അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ആൾക്കാരെയും ബാഗ് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. അതിനിടയ്ക്ക് അപ്സര തെറ്റിദ്ധരിക്കുന്നുണ്ട്, അതായത് തന്റെ ബാഗ് ആണോ ചെക്ക് ചെയ്യാൻ പറയുന്നതെന്നൊക്കെ അപ്സര തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വിഷയത്തിന് ശേഷം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് കീ നമ്മുടെ ശ്രീരേഖയുടെ ബാഗിൽ നിന്ന് ശ്രീ തന്നെ കണ്ടെത്തുന്നത്. അപ്പൊ ആ കീ കിട്ടിയതിന് ശേഷം കുറച്ച് ഹൗസ് അംഗങ്ങളെ പറയുന്നുണ്ട്, ശ്രീ ചേച്ചിയുടെ കയ്യിലല്ലായിരുന്നല്ലോ കീ, യമുന ചേച്ചിയുടെ കയ്യിലല്ലായിരുന്നോ, അതെങ്ങനെ പെട്ടെന്ന് ശ്രീ ചേച്ചിയുടെ ബാഗിൽ വന്നു, ഇതിലെന്തോ മിസ്റ്റേക്ക് ഇല്ലേ, ഒന്നെങ്കിൽ ആരോ അത് ഒളിപ്പിച്ചുകൊണ്ടുവന്ന് ശ്രീരേഖയുടെ ബാഗിൽ വെച്ചു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചു, ഇതെന്താണ് സംഭവം എന്ന് ബിഗ് ബോസ് പറയണം, കള്ളൻ ആരായാലും കണ്ടുപിടിക്കണം എന്ന് നമ്മുടെ റോക്കി അടക്കമുള്ള മറ്റംഗങ്ങൾ പറയാണ്. അപ്പൊ ശ്രീ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ട് സഹിക്കാൻ വയ്യാതെ കരച്ചിൽ തുടങ്ങാണ്. കരയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കീ കളഞ്ഞു പോയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഇത് ബിഗ് ബോസ് പണിഞ്ഞ പണിയായിരിക്കും, കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അംഗങ്ങള് സിജോയെ പോലുള്ള കുറച്ച് വളഞ്ഞു വഴി സ്വീകരിക്കുന്ന ആരെങ്കിലും, റോക്കിയും ആവാം എനിക്കറിയില്ല, അപ്പൊ അവരാരെങ്കിലും ഇതെടുത്ത് കൊണ്ടുവന്ന് ശ്രീരേഖയുടെ ബാഗിൽ ഇട്ടതാണോ എന്നും അറിയില്ല. ചിലപ്പോൾ ലാലേട്ടൻ വരുമ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തുറന്ന് പറയുമായിരിക്കും. പക്ഷെ പറഞ്ഞില്ലെങ്കിലും ശ്രീരേഖ തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും പറഞ്ഞ് കരഞ്ഞ് എല്ലാവരും ശ്രീരേഖനെ ആശ്വസിക്കുന്നുണ്ട്. ഒരു 2-3 മണിക്കൂർ ലൈവിൽ അവർ ആശ്വസിപ്പിക്കുന്നതാണ് കാണുന്നത്. ചേച്ചി അങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഇവരുടെ ഈ ഒരു മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോസ് ഏട്ടനോട് ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നിഷാനെയും അതുപോലെ ശ്രീതുവും അവരുടെ ലൈഫ് സ്റ്റോറി പറയാന്നുള്ളത്. അങ്ങനെ ഇവര് ഭയങ്കരമായിട്ട് ഇവരുടെ ലൈഫ് സ്റ്റോറി ഒക്കെ പറയുന്നുണ്ട്. നിഷാന് അവരുടെ സ്ട്രഗിളിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ച് ആ ടാസ്ക് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ശ്രീരേഖ കരയാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതും സെയിം കാര്യം പറഞ്ഞിട്ട്, അതും സെയിം ഒരിത്. എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെല്ലാവരും കൂടെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ ഒരു നാടകമോ അല്ലെങ്കിൽ ഒരു കണ്ണീർ സീരിയലോ ഒക്കെ ആക്കും എന്നുള്ള സംശയം എനിക്ക് ഇല്ലാതില്ല. ബിഗ് ബോസ് ഇനി ഒരു നല്ല ടാസ്ക്, ഒരു വീക്ക്ലി ടാസ്ക് ഇവർക്ക് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പണിയും ചെയ്യാതെ ഇവർ കണ്ടന്റിന് വേണ്ടി വെറുതെ കരഞ്ഞ് ദിവസം മൊത്തവും കളയും. അതുപോലെ തന്നെ പ്രേക്ഷകർക്കിടയിൽ ഇത് 24 മണിക്കൂർ കാണുന്ന ആൾക്കാർക്ക് ഇതൊരു ഇറിറ്റേറ്റഡ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ബാഡ് ഫീലിംഗ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങും. പിന്നെ ഇന്നത്തെ ടാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ഇന്നത്തെ ടാസ്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സിജോന്റെ ടീമാണ് ജയിച്ചതെങ്കിലും എനിക്ക് ആ ഒരു ടാസ്ക് എന്താ പറയാ, കുഴപ്പമില്ല, ഒരു ആവറേജ് ടാസ്ക്, എന്നാലും ഒരു ഭയങ്കര എന്താ പറയാ ഒരു അടിപൊളി ടാസ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ വീക്ക്ലി ടാസ്ക് വേണം. അപ്പൊ വീക്ക്ലി ടാസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കരച്ചിലും നാടകവും ഒക്കെ ഹൗസിൽ അവസാനിക്കത്തുള്ളൂ. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ ഈ ഒരു റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.